and equipments are classified under two categories. Bakery tools and equipment classified under two categories. അത് ശരിയാണോ? അത് ശരി തന്നെയാ. ഫോൾസ് വരത്തില്ല. കാരണം എന്നാണ് ടൂൾസ് ഉണ്ട്, എക്യുപ്മെന്റ് രണ്ട് രീതിയായിട്ട്. ടൂൾസ് പറഞ്ഞാൽ ചെറിയ എക്യുപ്മെന്റ് നമ്മൾ ടൂൾസ് പറയാറുണ്ട്, വലിയ മെഷീനറീസ് പോലുള്ള അതിന് എക്യുപ്മെന്റ്സ് പറയാറുണ്ട്. പിന്നെ ടേബിൾ സ്ക്രാപ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു കട്ട് ദ പീസ് ഓഫ് ഡോ. It is not available in plastic and metals. ടേബിൾ സ്ക്രാപ്പർ പറഞ്ഞാൽ എന്നാ ഉണ്ട്, നമ്മൾ ഡോ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേയില്ല. പക്ഷെ അതെന്നാ ഉണ്ട്, പ്ലാസ്റ്റിക് ഇല്ല മെറ്റലിന്റെ കാണത്തില്ല പറയുന്നുണ്ട്. ഇത് ഫോൾസാ. നമ്മൾ എന്നാ ചെയ്യുന്നുണ്ട്, ടേബിൾ സ്ക്രാപ്പർ വെച്ചാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ഡോ കട്ട് ചെയ്യാറുള്ളത്. അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ, സീവ്സ് പറഞ്ഞാൽ നല്ല അർപ്പ വെച്ച് നമ്മൾ അരിച്ചെടുക്കണം, അതാണ് സീവ്സ് പറയുന്നത്. സീവ്സ് ഹെൽപ്സ് റിമൂവ് ലാർജ് ഫോറിൻ റോ മെറ്റീരിയൽസ് ഫ്രം ദ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ നമ്മൾ എന്നാ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്നാ ഉണ്ട് പാർട്ടിക്കിൾസ് എല്ലാം അതിനകത്ത് എന്നാ ഉണ്ട്, ഉമ്മിയായി ഇല്ല പിന്നെ പൊടിയായി വേറെ ടൈപ്പ് പൊടിയായി അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നാ ഉണ്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ട്രൂ തന്നെയാണ്, ഫോൾസ് വരത്തില്ല, ട്രൂ ആണ്. The dough divider machine divides a bulk dough to desired size. ഡോ ഡിവൈഡർ പറഞ്ഞാൽ ഡോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബോൾസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബൾക്കിനകത്ത് പറഞ്ഞാൽ ഒത്തിരി കൂടുതൽ എമൗണ്ടിനകത്ത് പറഞ്ഞാൽ 100, 200, 300, 400 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് എൻ്റെ ജോലി, അതാ ജോലി, ട്രൂ തന്നെയാണ് വരുന്നത്. Which equipment is used for proper measurement of raw material? നമ്മൾ എന്നാ ഉണ്ട്, വേജ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മെഷീൻ ഏതാ? മെഷർമെന്റ് കപ്പാണോ, തെർമോമീറ്റർ ആണോ, വേജ് സ്കെയിൽ ആണോ? നൺ ഓഫ് ദ അബവ്. വേജ് സ്കെയിൽ പറഞ്ഞാൽ എന്നാ ഉണ്ട്, 1 ഗ്രാമിന്റെ വരെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അന്നേരം വേജിങ്ങിന് വേണ്ടി റോ മെറ്റീരിയലിന് ഏറ്റവും നല്ല സാധനം വേജ് സ്കെയിലാണ്. What is the purpose of using dove sheeter? ഡോവ് ഷീറ്റർ പറഞ്ഞാൽ സാധനം, ഡോവ് ഷീറ്റർ പറഞ്ഞാൽ എന്നാ ഉണ്ട്, ഇപ്പം പിസ്സ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ എന്നാ ഉണ്ട്, ആ ഷീറ്റ് മീൻസ് നമ്മൾ പരത്തി കഴിഞ്ഞാൽ ആ ഷീറ്റ് ഒരേ കനംനകത്ത് നിൽക്കണം. അത് മെഷീനകത്ത് ഇപ്പം പിസ്സ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഡോവ് ഷീറ്ററിൻ്റെ അകത്ത് മാവ് അങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ആ ഷേപ്പ് ഡിസൈർ ഷേപ്പിനകത്ത് അത് കറക്റ്റ് മീൻസ് 2 ഇഞ്ചസ് പറഞ്ഞാൽ 2 ഇഞ്ചസ് ഇല്ല 1 ഇഞ്ചസിനകത്ത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, ലാമിനേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ അത് എന്നാ സാധനം, മിക്സിംഗ് ആണോ, കട്ടിംഗ് ആണോ, മോൾഡ് ആണോ, യൂണിഫോം തിക്നെസ്. എന്നൊക്കെ പറയാം, യൂണിഫോം തിക്നെസ്സിന് വേണ്ടിയാ ഡോ ഷീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ERH? ERHയുടെ ഫുൾ ഫോം എന്നാ? ഇഞ്ചിൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണോ, equipment relative humidity ആണോ, equilibrium relative humidity ആണോ, ഇല്ല earth relative humidity? ഇതിനകത്ത് പറയും equilibrium relative humidity ആവുന്ന കറക്റ്റ്. ERH full form. The oven tenders bake of goods by carefully watching. ഓവനകത്ത് നമ്മൾ ഒരു സാധനം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ എങ്ങനെ അറിയുന്നത് അത് കറക്റ്റായിട്ട് വരണുണ്ട്? അത് കറക്റ്റായിട്ട് വന്നുകൊണ്ട് നമ്മൾ അറിയാനുള്ള എന്നാണ് ടൈം ആൻഡ് ടെമ്പറേച്ചർ ആണോ, പവർ ആണോ, പ്രൂഫിംഗ് ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഇന്നത്തെ എന്നാ പറഞ്ഞാൽ ടൈം ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ ടൈം കൂടിയ എന്നാ സംഭവം ഉണ്ടാകും, അത് ചീത്തയായി പോകും. ടെമ്പറേച്ചർ കൂടിയായി ചീത്തയായി പോകും. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ കറക്റ്റ് രീതിയിനകത്ത് കിട്ടാൻ വേണ്ടി നമ്മളുടെ ടൈം ആൻഡ് ടെമ്പറേച്ചർ വേണ്ടി ഓവനകത്ത്. We all know when the eggs beaten they become dash because whipped in air. നമ്മൾ എഗ് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല എന്നാ ഉണ്ട്, നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്ക് വെച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്നാ സംഭവിക്കുന്നുണ്ട്, എയർ കയറുന്നുണ്ട്. എയർ കയറും പിന്നെ അത് നമ്മൾ ആ ടെർമിനോളജി എന്നാ പറയാം, ബേക്കിംഗ് ക്രീം പറയുമോ, ക്രീമിംഗ് ആക്ഷൻ പറയുമോ, ഫ്ലഫി ആൻഡ് ഫോമി പറയുമോ, നൺ ഓഫ് ദ എബവ് പറയും. ഇതിനകത്ത് എന്നാ പറയും, ഫ്ലഫി ആൻഡ് ഫോമി. അത് ഫ്ലഫി പറഞ്ഞാൽ അത് ഡബിൾ ഓഫ് ദ സൈസ് എന്നാ ഉണ്ട് ആകും. ഒരു 50 ഗ്രാം ഉണ്ട്, പിന്നെ നമ്മൾ അത് വിസ്ക് വെച്ച് നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും, 60, 70, 75 ഗ്രാം വരെ നമുക്ക് അതിന്റെ കിട്ടും, വെയിറ്റ് കിട്ടും. In conventional spiral mixer, the mixing time for a dough about 165 kilo will be around. ഇപ്പം എന്നാ ഉണ്ട്, ഒരു മാവ് 165 മാവ് സ്പൈറൽ മിക്സർ പറഞ്ഞാൽ നീഡിങ് ചെയ്യുന്ന മിക്സിങ്. ആ നീഡ് ചെയ്യുന്ന പറഞ്ഞാൽ കുഴച്ച്
വെളിയിലോട്ട് ഇറക്കും. അതിനകത്ത് പിന്നെ നമ്മൾ ഡോ ഉണ്ടാക്കുന്നത് അതെന്നാ ഉണ്ട് 165 കിലോ സ്പൈറൽ മിക്സ്ചറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ അത് റെഡി ആകും? 12 മിനിറ്റ് ആണോ, 7 മിനിറ്റ് ആണോ, 20 മിനിറ്റ്സ് ആണോ, 15 മിനിറ്റ്? ഇതിനകത്ത് ഉത്തരം എന്നാ വരും? 20 മിനിറ്റ്സിനകത്ത് അത് റെഡി ആകും. ക്ലിയർ ആയല്ലോ? Which equipment is used for proper measurement of raw material? അത് വെയിജിങ് സ്കെയിൽ തന്നെ. നേരത്തെ ഞാൻ ചോദിച്ച പോലെ തന്നെയാണ്. മെഷർമെന്റ് കപ്പാണോ, തെർമോമീറ്റർ ആണോ, വെയിജിങ് സ്കെയിൽ ആണോ? നൺ ഓഫ് ദ ഇതിനകത്ത് വെയിജിങ് സ്കെയിൽ തന്നെയാണ്. റിപ്പീറ്റേഷൻ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് വാട്ട് ഈസ് the oven tenders bakes the goods clear for watching? അത് ടൈം ആൻഡ് ടെമ്പറേച്ചർ. അത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ചോദിച്ചു. ഇനി നമുക്ക് വേറെ നോക്കാം. അടുത്ത ഷുഗർ ഈസ് കൺസിഡർഡ് എ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവസ്ഥാനത്ത് വന്ന അത് ഷുഗർ പറഞ്ഞാൽ ട്രൂ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് തന്നെ, ഫോൾസ് പറയത്തില്ല. The purpose of leavening agent is to make dough rise through introduction of gas. എന്നാ ഉണ്ട് ലീവനിങ് ഏജന്റ് പറഞ്ഞാൽ എന്നാ ഉണ്ട് നമ്മളുടെ ബേക്കിംഗ് പൗഡർ ആയി, ബേക്കിംഗ് സോഡ ആയി, ഡോവിനകത്ത് ഇട്ട് കഴിഞ്ഞ് എന്നാ ഉണ്ട് അതിൻ്റെ അകത്ത് എന്നാ സംഭവിക്കും? ഗ്യാസ് ഇങ്ങനെ ഫോം ആകും. ഏത് ഗ്യാസാ ഫോം ആകുന്നത്? CO2. അന്നേരം ഉത്തരം എന്നാ വരും? ട്രൂ തന്നെയാണ്, സത്യം തന്നെയാണ്. കെയർഫുൾ മെഷർമെന്റ് ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ഓൾ പ്രോസസ് പെർഫോംഡ് ഇൻ ബേക്കറി. എന്നാ ഉണ്ട് കറക്റ്റ് മെഷർമെന്റ്, കറക്റ്റ് രീതിയിനകത്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ഉണ്ടാക്കും. പിന്നെ നല്ല രീതിയിനകത്ത് പ്രൊഡക്റ്റ് വെളി വരും. അത് ട്രൂ തന്നെയാണ്, സത്യം തന്നെയാണ്. Another name of powdered sugar is baking sugar. ഷുഗർ അടുത്ത പൗഡർ ഷുഗർ പറഞ്ഞാൽ പഞ്ചസാര പൊടിച്ചെടുത്ത് ആ പൗഡറിനെ നമ്മൾ ബേക്കിംഗ് ഷുഗർ പറയാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റ് തന്നെയാണ്. അതിന് നമ്മൾ എന്നാ പറയാം? നമ്മൾ പൗഡർ ആക്കുന്ന അതിന് എന്നാ പറയാം? പറഞ്ഞേ, പൗഡർഡ് ഷുഗർ പറയാറുണ്ട് ഇല്ലേ? Another name of another is that false. പിന്നെ oxidant tablet dissolved in water are used for a dough mixing process. Oxidant tablet പറഞ്ഞാൽ ഉണ്ട് നമ്മളുടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വാട്ടറിനകത്ത് ഡിസോൾവ് ആകും. മീൻസ് ഡിസോൾവ് ആയി മിക്സിംഗ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യും. അത് ഫോൾസ് തന്നെയാണ്. വെള്ളത്തിൽ അത് കാർബൺ ഡയോക്സൈഡ് കയറി കഴിഞ്ഞാൽ അത് വെള്ളത്തിന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. കാരണം സോഡ എന്നാ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന സോഡ ഒരു വെള്ളം അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ കയറ്റി വിടും. അത് കഴിഞ്ഞ് പിന്നെ അത് പാക്ക് ചെയ്യും, ഉടനെ തന്നെ പാക്ക് ചെയ്യും. അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഡ പൊട്ടിക്കുന്ന ഗ്യാസ് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, അത് CO2. അത് കഴിഞ്ഞ് അത് ഗ്യാസ് മൊത്തം ഇറങ്ങി കഴിഞ്ഞാൽ വാട്ടർ വിൽ ബി പ്ലെയിൻ. അന്നേരം ഇത് ഫോൾസ്. ഓക്സിഡന്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സിംഗ് പ്രോസസ്സിനകത്ത് അത് കറക്റ്റ് ആയിട്ട് വരത്തില്ല. പിന്നെ എന്നാ ഉണ്ട് ഡബിൾ ആക്ടിംഗ് ബേക്കിംഗ് പൗഡർ ഈസ് എ ബേക്കിംഗ് പൗഡർ ദാറ്റ് കണ്ടെയ്ൻസ് fast acting and slow acting acid true. Double acting നമ്മൾ ബേക്കിംഗ് പൗഡറിന്റെ ഡബിൾ ആക്ടിംഗ് ആയിട്ട് ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫാസ്റ്റ് ആക്ടിംഗ് ആൻഡ് സ്ലോ ആക്ടിംഗ് ആസിഡ്. ശരിയാണോ തെറ്റാ? ഇത് തെറ്റ് തന്നെയാണ്. പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വരത്തില്ല, സ്ലോ പ്രോസസ്. ഇത്രയും മണിക്കൂറിനുള്ളിൽ ഈ ഡോ ഇത്രയും പൊങ്ങി വരത്തുള്ളൂ. അതായത് അത് സ്ലോ പ്രോസസ്സിനകത്താവുന്നത്. ഫാസ്റ്റ് ആക്ടിങ്ങിന് വേണ്ടി നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് വേണ്ടിയാ അത് സോഫ്റ്റ് ആകാൻ വേണ്ടി, മാവ് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മെത്തേഡ്സ് ആർ ദർ ടു മേക്കിംഗ് ബ്രെഡ്സ്? ബ്രെഡ്സ് ഉണ്ടാക്കാൻ എത്ര മെത്തേഡ് ഉണ്ട്? ഒരേ ഒരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് എന്നാ ഉണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്നാ സാധനം വേണം? മാവ് വേണം, ഷുഗർ വേണം, പിന്നെ ഈസ്റ്റ് വേണം, പഞ്ചസാര വേണം. അതിൻ്റെ കൂടെ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ മിൽക്ക് എന്നാ ആയിട്ട് മാറും, അത് മിൽക്ക് ബ്രെഡ് ആയിട്ട് മാറും. അങ്ങനെ ഒരു മെത്തേഡേ ഉള്ളൂ, ഒത്തിരി മെത്തേഡ് ഒന്നും ഇല്ല. അതിനകത്ത് ഇപ്പം എന്നാ ഉണ്ട് നമ്മൾ പ്ലെയിൻ ബ്രെഡ് ഉണ്ടാക്കാൻ മിൽക്ക് ആഡ് ചെയ്യില്ല, ഇത്രയും സാധനം ആഡ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. അത് ഇത്രയും മണിക്കൂർ റെസ്റ്റിംഗ് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് പിന്നെയും സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെയും മോളിനകത്ത് ഇട്ട് പിന്നെയും അത് വെയിറ്റ് ചെയ്ത് പൊങ്ങി വരും. പിന്നെ നമ്മൾ എന്നാ ചെയ്യും? ബേക്ക് ചെയ്യും. ഒരു മെത്തേഡ് തന്നെയാണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഈസ്റ്റ് വിൽ ബി കിൽഡ്? ഈസ്റ്റ് എത്ര ടെമ്പറേച്ചറിനകത്ത് ചാകുന്നത്? 60 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഈസ്റ്റ് മരിക്കും. അന്നേരം എൻ്റെ ഉത്തരം എന്നാ ഉണ്ട്? 60 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. ഇതിനകത്ത് 150 ഉണ്ട്, 139 ഉണ്ട്, 120 അതെല്ലാം തെറ്റാ. 60 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഈസ്റ്റ് മരിച്ചു പോകും. ഒത്തിരി ചൂടുവെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട് ഈസ്റ്റ് ഡിസോൾവ് ആകില്ല, ഈസ്റ്റ് കംപ്ലീറ്റ് ചത്തുപോകും. The process of incorporating air or gas into a dough or batter to produce a volume increase is
leavening, hydration, homogeneous aeration. എന്നാ ഉണ്ട് ഒരു മാവിനകത്ത് നമ്മൾ എന്നാ ഉണ്ട് ലിവനിങ് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് എന്നാ ഉണ്ട് വോളിയം ഇൻക്രീസ് ആവും 100 ഗ്രാം ഇട്ട് പിന്നെ 125 130 140 ഇങ്ങനെ വെയിറ്റ് ആയിട്ട് വരും പിന്നെ അന്നത്തെ ലിവനിങ് ഏജന്റ് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നു അങ്ങനെ ലിവനിങ് ഏജന്റ് കറക്റ്റ് ലിവനിങ് ഏജന്റ് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ആ ഈസ്റ്റ് നമ്മൾ ലിവനിങ് ഏജന്റ് അതാ വരുന്നത് ഇനി അടുത്ത ബട്ടർ മിൽക്ക് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് സോർ മിൽക്ക് സോർ മിൽക്കിന് വേണ്ടി നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യാറ് ട്രൂ തന്നെയാണ് തൈരിനില്ലേ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് അന്നേരം തൈര് പുളിക്കാതെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം എന്നാ ഉണ്ട് ബട്ടർ മിൽക്ക് സോർ തന്നെ ടേസ്റ്റ് വരും പിന്നെ എക്സ്ട്രൂഡ്സ് കുക്കീസ് ആർ ഓൾസോ കോൾഡ് വയർ കട്ട് കുക്കീസ് പറഞ്ഞാൽ കുക്കീസ് ഉണ്ടാക്കാൻ നേരം നമ്മൾ അത് കട്ട് ചെയ്യാറുണ്ട് പിന്നെ മോൾഡ് വെച്ചാൽ കട്ട് ചെയ്യുന്നത് അന്നേരം ഇല്ല പിന്നെ മോൾഡ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അത് അത് ട്രൂ തന്നെയാണ് ദ ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് ഡോ ഈസ് ഡ്യൂ ടു സെല്ലുലസ് ലാസ്റ്റിക് ഡോ ഉണ്ടാക്കാൻ നേരം അതിനകത്ത് പസപ്പ് പോലെ വരുന്നുണ്ട് ഗം പോലെ വരുന്നുണ്ട് അത് എന്നാ കാരണം വെച്ചാൽ സെൽസുലേസ് വെച്ചാണോ ലിപ്പിഡ്സ് വെച്ചാണോ ഗുല്ലറ്റിൻ വെച്ചാണോ മോയ്സ്ചർ ഇതിനകത്ത് പറഞ്ഞാൽ ഗുല്ലറ്റിൻ വെച്ചാൽ അത് അതിനകത്ത് എന്നാ ഉണ്ട് ഗം പോലെ വരുന്നത് ഒട്ടിപ്പിടിക്കുന്നത് which is the fats below the highest melting point അന്നേരം മെൽറ്റിംഗ് പോയിന്റ് ആകാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് അത് ഏത് ഫാറ്റാ ബട്ടർ ആണോ പേസ്ട്രി മാർജിൻ ആണോ ഷോർട്ടനിങ് ആണോ ഇതിനകത്ത് മാർജിൻ ആവുന്നത് മനസ്സിലായില്ലേ മാർജിൻ പറഞ്ഞാൽ ഇച്ചിരി മെൽറ്റ് ആകാൻ ഇച്ചിരി സമയം എടുക്കും the process of beating fat sugar to incorporate cold ഷുഗർ ആൻഡ് ഫാറ്റ് ഒന്നിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്നാ സംഭവിക്കും ഫോൾഡിങ് ആണോ ബ്ലെൻഡിങ് ആണോ ക്രീമിങ് ആണോ നീഡിങ് ആണോ നമ്മൾ പറയേണ്ടത് ഇന്നത്തെ എന്നാ ഉണ്ട് ക്രീമിങ് പ്രൊഡ്യൂസ് ആകുന്നത് അതെന്നാ ഉണ്ട് ഫാറ്റ് ആൻഡ് ഷുഗർ നല്ലോണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് അത് ക്രീമി ടെക്സ്ചറിലോട്ട് മാറാറുണ്ട് when the sugar is most important ingredients in the spongy cake is spongy cake ne vendi most important ingredients enna sugar ആണോ ഫാറ്റ് ആണോ എഗ് ആണോ മിൽക്ക് ആണോ സ്പോഞ്ചി ടെക്സ്ചർ പറഞ്ഞാൽ കേക്ക് വളരെ സ്പോഞ്ച് ആയിട്ട് മാറുന്നുണ്ട് അങ്ങനത്തെ അതിനകത്ത് നമുക്ക് എന്നാ ഉണ്ട് എഗ്ഗാ വേണ്ടി എഗ്ഗിനെ നമ്മൾ എന്നാ ഉണ്ട് കൂട്ടി ഇപ്പൊ 2 എഗ് 3 എഗ് 4 എഗ് വെച്ച് ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് അത് എന്നാ ആകും ഈ കേക്ക് റെഡി ആകും സ്പഞ്ച് കേക്ക് mold attack is bread controlled by sodium carbonate ammonium carbonate calcium potassium chloride ഏതായിരുന്നു വന്ന കാൽഷ്യം വരുന്നത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് പ്രൂഫിംഗ് പീരിയഡ് ഫ്രോം ബ്രെഡ് മാനുഫാക്ചറിങ് ഈസ് പ്രൂഫിങ്ങിന് വേണ്ടി നമ്മൾ എന്നാ ഉണ്ട് മാവ് ബ്രെഡിന് വേണ്ടി മാവ് കുഴച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ് വരെ നമ്മൾ അത് പ്രൂഫിംഗ് ചെയ്യും എന്നാ അത് പൊങ്ങി വരാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് egg whites whipped to a stiff form 40 condition and blended with sugar is egg white പറഞ്ഞാൽ ഉണ്ട് മുട്ടയുടെ 2 ഭാഗമുണ്ട് വെള്ള ഉണ്ട് മഞ്ഞയുണ്ട് വൈറ്റ് നമ്മൾ എന്നാ ഉണ്ട് നല്ലോല അത് ഫോം വിസ്ക് വെള്ള വൈറ്റ് എടുത്ത് നല്ലോല വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫോമിൽ ഇന്നത്തെ വരുന്നുണ്ട് അന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് മരിഗ്യൂസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡാഷ് സിസ്റ്റം ഫോളോഡ് ദ ഓർഗനൈസേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും ERP ആണോ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണോ ക്വാളിറ്റി ഡോക്യുമെന്റേഷൻ ആണ് ഇതിനകത്ത് എന്നാ വരും ക്വാളിറ്റി ഡോക്യുമെന്റേഷൻ വരും മനസ്സിലായില്ലേ നമ്മൾ ക്വാളിറ്റി ഡോക്യുമെന്റേഷൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എത്ര നമ്മൾ ഇതിനകത്ത് മാവ് ചേർക്കേണ്ടത് എത്ര ഷുഗർ ചേർക്കേണ്ടത് അത് ഓൾറെഡി നമ്മൾ ഡോക്യുമെന്റേഷനകത്ത് വെക്കാറുണ്ട് അതായത് ക്വാളിറ്റി ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട് to maintain record observation related raw material process and finished product comes under ഇപ്പം എന്നാ ഉണ്ട് റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് റോ മെറ്റീരിയൽ ആയി പ്രോസസ് ആയി അതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്ന അത് കറക്റ്റ് ആയി വരുന്നുണ്ടോ അല്ലെ ആ കറക്റ്റ് ലോ അനുസരിക്കുന്നുണ്ട് അത് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണോ FSSAI ആണോ ഫിനിഷ് ഗുഡ് ചാർട്ട് ആണോ ഹൈജീൻ സ്റ്റാൻഡേർഡ് FSSAI ആവുന്നത് ഇതാ അത്രയും ശരി